everyone, welcome to Yanista. ഇന്ന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് മീഷോ പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ സെൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ക്രോഷറ്റ് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുവിധം എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പം കുറേയൊക്കെ ഞാൻ അതിന് റിപ്ലൈ അപ്പം തന്നെ തരാറുണ്ട്. അല്ലാത്ത ടോപ്പിക്സ് ഞാൻ വീഡിയോ ആക്കി മാറ്റാറുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. അപ്പം നിങ്ങൾ കുറേ ഡൗട്ട്സൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട്. എനിക്ക് കഴിയുന്ന മാക്സിമം ഞാൻ അതിന് റിപ്ലൈ ചെയ്യാറുണ്ട്. ഈയിടെയായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ വീഡിയോയിലുള്ളതൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ, എന്നെ ഹെൽപ്പ് ചെയ്യുമോ. അല്ലെങ്കിൽ ചിലർ എനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് ആദ്യം തൊട്ട് പറഞ്ഞു തരുമോ, പഠിപ്പിച്ച് തരുമോ, എനിക്ക് നമ്പർ തരുമോ. ഇങ്ങനത്തെ കുറേ മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലതാണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും കൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് എല്ലാവർക്കും ഇതിന് റിപ്ലൈ തരാനുള്ളൊരു ടൈം നമുക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം നമുക്ക് വീഡിയോസ് ചെയ്യണം, അതിൻ്റെ ഇടയിൽ കൂടെ ക്രോഷ്യോ ചെയ്യണം, പിന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ടിത് ടീച്ച് ചെയ്യാമെന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഡൗട്ട്സൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. എനിക്കറിയില്ല എത്ര യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഒരു അറിവിൽ ആരും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ ഒന്നും തരില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ചെയ്യാറുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരമുള്ള റിപ്ലൈസ് എന്തെങ്കിലും എനിക്ക് തരാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് ഞാൻ സോറി പറയുകയാണ്. കാരണം എൻ്റെ ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ് എനിക്കത് പറ്റാത്തത്. മാക്സിമം ഞാൻ എല്ലാത്തിനും കൊടുക്കാറുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈകൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ ഡ്രോപ്പ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മീഷോയിൽ എങ്ങനെ സെല് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ നമുക്ക് ഓപ്ഷൻസ് ആണ്. പക്ഷേ അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സെല് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മീഷോ ആണ്. നമുക്കുള്ളൊരു ഡൗട്ടായിരിക്കും, മീഷോ പോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ GST നമ്പർ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ അടുത്തൊരു കാലം വരെ എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സിലും GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആമസോണിലാണെങ്കിൽ ഹാൻഡ് മെയ്ഡ് ഐറ്റംസിനൊന്നും GST ഇല്ലാതെ തന്നെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇയർലി ഇത്ര പ്രൈസിനെ സെല് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ മീഷോയിൽ നമുക്ക് GST നമ്പറിന് പകരം എൻറോൾമെൻറ്റ് ID വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് നമ്മൾ ബിസിനസ് ചെയ്യുന്ന നമുക്ക് എന്ത് GST. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പാൻ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു എൻറോൾമെൻറ്റ് ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ എൻറോൾമെൻറ്റ് ID വെച്ചിട്ട് നമുക്ക് മീഷോയിൽ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതുവഴി നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ആ ഒരു എൻറോൾമെൻറ്റ് ID, അത് ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളതാണ് കാണാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ മീഷോയിൽ സെല്ലർ അക്കൗണ്ട് തുടങ്ങാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അടിച്ചിട്ടുള്ളൊരു ഇതിൽ കാണിക്കുന്നില്ല. എൻറോൾമെൻറ്റ് ID ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു എൻറോൾമെൻറ്റ് ID ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് എൻറോൾമെൻറ്റ് ID എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ പോകണം, gst.government.in. ജസ്റ്റ് GST എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ വെബ്സൈറ്റ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിലാണ് നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തണം. ഇതേപോലെ മുകളിൽ 3 ഡോട്ട്സ് കാണാം. അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഫോണിൽ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് ഓൺ ആക്കിയിടുക. എന്നിട്ട് സർവീസസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ യൂസർ സർവീസസ് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ജനറേറ്റ് യൂസർ ID ഫോർ അൺരജിസ്റ്റേർഡ് ആപ്ലിക്കൻ്റ് എന്നാണ്. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, നമുക്ക് GSTയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാർണിംഗ് ഇത് വരും. അതിൽ നമ്മൾ ജസ്റ്റ് യെസ് എന്ന് കൊടുത്താൽ മതി.
അതിനുശേഷം ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലിങ്ങനെയാണ് ചോദിക്കുന്നത്, ആർ യു അപ്ലൈയിങ് ഫോർ ടെമ്പററി ID ആസ് അൺരജിസ്റ്റേർഡ് ആപ്ലിക്കൻറ്റ് ഫോർ ക്ലെയിമിംഗ് റീഫണ്ട് ഓഫ് അഡ്വാൻസ് റൂളിംഗ് കൈൻഡ്ലി സെലക്ട് വൺ. അപ്പം അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇങ്ങനെയാണ്, ആർ യു അപ്ലൈയിങ് ടു എൻറോൾ എ സപ്ലയർ ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമ്മളിപ്പം ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഇതിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, ടു അപ്ലൈ ആസ് എ സപ്ലയർ ടു ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരും. ഇതിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് അടിക്കേണ്ടത്. ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളുടേത് അടിക്കണം, അത് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ പാൻ നമ്പറാണ് ആദ്യം ചോദിക്കുന്നത്, പാനിലുള്ള പേരാണ് ആദ്യം ചോദിക്കുന്നത്. പാൻ കാർഡ് പ്രകാരം നിങ്ങളുടെ പേരെന്താണോ അത് നോക്കി ഇതിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് പാൻ കാർഡ് നമ്പറാണ്, അത് അടുത്തതിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ ഒരു ഇമെയിൽ ID വേണം, ഇത് ഓപ്ഷണലാണ്. അതേപോലെ ഇത് ഇമെയിൽ ID ഓപ്ഷണൽ അല്ല, മാൻഡറ്ററി ആണ്. ഓപ്ഷണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇമെയിൽ ID മാൻഡറ്ററി ആയിട്ട് ഒന്ന് നിങ്ങൾ കൊടുക്കണം. അതേപോലെ ഒരു ഫോൺ നമ്പർ കൊടുക്കണം. OTP ഒക്കെ വരാൻ പറ്റുന്ന മെസ്സേജ് വന്നാൽ കാണുന്ന ഫോൺ നമ്പർ വേണം നിങ്ങൾ കൊടുക്കാൻ. അതിനുശേഷം നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ ഓപ്പറേഷൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുള്ള സ്റ്റേറ്റ് ഏതാണ്? അപ്പോൾ നമ്മളധികം കേരള ആയിരിക്കും, അത് ഇതിൽ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ സെക്കൻഡറി ഇമെയിലും സെക്കൻഡറി മൊബൈൽ നമ്പറുമാണ് ചോദിക്കുന്നത്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇനി ഇവിടെ വേറെ ഡീറ്റെയിൽസ് ഉണ്ട്, കൺട്രി ചോദിക്കുന്നുണ്ട്, പിന്നെ ഡിസ്ട്രിക്റ്റ്, അതേപോലെ തന്നെ സിറ്റി, ടൗൺ, വില്ലേജ്, അതൊക്കെ ഇവിടെ നമ്മൾ ഇതൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേയൊക്കെ വരും. നമ്മൾ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വരാത്തത്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. പിന്നെ ഡിസ്ട്രിക്റ്റ്, സിറ്റി, ടൗണ്, ലൊക്കാലിറ്റി ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുക്കേണ്ടത്. റോഡ്, സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള റോഡ് ഏതാണ് അത് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. പിന്നെ ബിൽഡിംഗ് നെയിം, നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഇവിടെ ബിൽഡിംഗ് നെയിം കൊടുക്കണം. അതേപോലെ ബിൽഡിംഗ് നമ്പർ അല്ലെങ്കിൽ ഫ്ലാറ്റ് നമ്പറൊക്കെ ഇവിടെ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് മാൻഡറ്ററി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. റെഡ് ഇത് കാണുന്നതൊക്കെ മാൻഡറ്ററി ആണ്. അവിടെ നമ്മുടെ വീട്ട് നമ്പർ കൊടുത്താൽ മതി. ഫ്ലാറ്റ് നമ്പർ ഇല്ലാത്തവർ വീട് നമ്പർ കൊടുക്കുക. പിന്നെ ഫ്ലോർ നമ്പർ, നിയർ ബൈ ലാൻഡ് മാർക്കൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഗുഡ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ഗുഡ്സ് ആണോ സർവീസസ് ആണോ കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ സർവീസും ഉണ്ട്, ഗുഡ്സും ഉണ്ട്. അപ്പം നമുക്ക് ക്രോഷ്യറ്റ് ആയതുകൊണ്ട് നമുക്ക് ഗുഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിലവർ HSN നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, എന്താണ് HSN നമ്പർ എന്ന് പറയുന്നത്? അതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു കോഡാണ്. നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്രോഷ്യറ്റ് ബാഗ്സിന് അല്ലെങ്കിൽ ക്രോഷ്യറ്റ് പ്രോഡക്ട്സിന് ഡിഫറെൻറ്റ് കോഡായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലുമാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ക്രോഷ്യറ്റ് അല്ലാതെ വേറെ നമ്മളിപ്പോൾ വാട്ടർ ബോട്ടിൽസ് ആണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ അതിന് യുണീക്ക് ആയിട്ടുള്ള HSN കോഡ് ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് HSN നമ്പർ ഫോർ ക്രോഷ്യറ്റ് എന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമാണ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ HSN നമ്പർ ഫോർ ക്രോഷ്യറ്റ് ബാഗ് എന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ ബാഗ് മാത്രമാണ് സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മൊത്തത്തിലെല്ലാം സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ HSN നമ്പർ ഫോർ ക്രോഷ്യറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിപ്പം AI ഓവർവ്യൂ ആണ്. അതല്ലാതെ ഇപ്പം ഏതെങ്കിലും വെബ്സൈറ്റൊക്കെ വരും, അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം കറക്റ്റായിട്ട് ഇപ്പോൾ ക്രോഷ്യറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. HSN നമ്പർ നമുക്ക് ക്രോഷ്യറ്റഡ് ഗാർമെൻറ്റ്സിന് അല്ലെങ്കിൽ ക്രോഷ്യറ്റ് ഫാബ്രിക്കിന് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് HSN കോഡ് ഫോർ ക്രോഷ്യറ്റ് ഐറ്റംസ് എന്ന്. അപ്പോൾ ഇതാണ് HSN കോഡ് വരുന്നത്, അതർ നിറ്റഡ് ഐറ്റംസ് ഓർ ക്രോഷ്യറ്റ് ഫാബ്രിക് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ഓഫ് യാൺ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ ക്രോഷ്യറ്റ് കീ ചെയിനോ അല്ലെങ്കിൽ ക്രോഷ്യറ്റ് ബാഗെന്നോ അല്ലെങ്കിൽ ക്രോഷ്യറ്റ് സ്വെറ്ററിനോ ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് ആ ഒരു HSN കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്യാപ്ച വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നോക്കിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ജനറേറ്റ് ചെയ്തതായതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമുക്കത് എൻറോൾമെൻറ്റ് ID നമുക്ക് മെയിലിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾക്കിത് കൊടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇതെങ്ങനെ അപ്ലൈ ചെയ്യും, HSN നമ്പർ എന്താണ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മീഷോയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതിന് നിങ്ങൾ മീഷോ സെല്ലറിന് ഇതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ മീഷോ സപ്ലയർ എന്ന് പറയുന്ന ഒരിത് കാണും. അപ്പോൾ നമ്മുടെ
നമ്മളിപ്പോൾ ഓൾറെഡി ഡെസ്ക്ടോപ്പ് സൈറ്റിലാണുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ കൊടുക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ വേണ്ടത് എന്നുള്ളത് ഇവിടെ കാണാം. ഓൾ യു നീഡ് ടു സെൽ ഓൺ മീഷോ ഈസ് ടാക്സ് ഡീറ്റെയിൽസ്. അതിൽ പറയുന്നുണ്ട് GST അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ID. അതാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടണം. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട്. ഇത്രയാണ് നമുക്കിപ്പം മീഷോയിൽ സെല് ചെയ്യാൻ വേണ്ടത്. ഇനി ഇതിൽ ഇവർ മൊബൈൽ നമ്പറും OTP അടിച്ച് ലോഗിൻ ചെയ്യാനുള്ളത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി മീഷോയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, സെല്ലർ അക്കൗണ്ട് അല്ല, നിങ്ങൾ മീഷോ എന്നൊക്കെ സാധനം മേടിക്കുന്ന അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, അപ്പോൾ OTP വരും, അതിവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതെന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി സെല്ലർ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചെയ്താൽ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ വന്ന പോലെ നമ്മൾ എൻറോൾമെൻറ്റ് IDക്ക് അപ്ലൈ ചെയ്ത പോലെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുക്കാനുണ്ടാവും. നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അതേപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ, ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. പിന്നെ നമുക്ക് മീഷോയിലേക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്താൽ മതി. നമുക്ക് മീഷോയുടെ ആപ്പിൽ വെച്ച് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഫൈൽ ഇതേപോലെ തുറന്നു കഴിഞ്ഞാൽ ഗോ ടു സപ്ലയർ ഹബ്ബ് എന്ന് പറയുന്ന ഓപ്ഷൻ മുകളിൽ വരും. അത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ സെല്ലർ അക്കൗണ്ടിലേക്ക് കിടക്കും. ആദ്യം നമ്മൾ കണ്ടത് നമ്മൾ സാധനം വാങ്ങുന്ന അക്കൗണ്ടാണ്. ഇതാണ് സെല്ലർ അക്കൗണ്ട്. ഇതിൽ തന്നെ നമുക്ക് അപ്ലോഡ് കാറ്റലോഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രോഡക്റ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് മീഷോയിലേക്ക് എൻറോൾമെൻറ്റ് ID ഉണ്ടാക്കിയിട്ട് സെല്ലർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ മീഷോയിൽ സെല്ലർ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മീഷോയിലും കൂടെ സെല് ചെയ്യാം പ്രോഡക്റ്റൊക്കെ ആയി കഴിഞ്ഞാൽ. അപ്പം ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ്, ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ആണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, എനിക്ക് ഇതേപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.